ഒരു മാസം കൊണ്ട് ഒരു സർക്കാരിനെ വിലയിരുത്താൻ കഴിയില്ലെന്ന മുൻകാല ധാരണകളെ ഈ ഗവൺമെന്റ് മാറ്റിമറിച്ചെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ 24നോട്. ജനത്തെ വെല്ലുവിളിക്കാത്ത സർക്കാരാണിതെന്ന് ഒരു മാസം കൊണ്ട് തെളിയിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് 3 യോഗങ്ങൾ ചേർന്നു. എത്രയും പെട്ടെന്ന് പുനരധിവാസം ഉറപ്പാക്കും. ഭൂമി തരം മാറ്റലും കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കലുമാണ് ആദ്യ ലക്ഷ്യമെന്നും മന്ത്രി AP അനിൽകുമാർ പറയുന്നു. ഒരു മാസത്തെ ഒരു ഗവൺമെൻറ് പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ട സമയമല്ല, വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ. മുൻകാല ഗവൺമെൻറ്റിൽ വ്യത്യസ്തമായിട്ട് ആ ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരം ധാരണ മാറ്റിമറിക്കുന്ന ഒരു മാസക്കാലമാണ് പിന്നിട്ടത്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൂചിപ്പിച്ച വയനാട്ടിലെ ചൂരന്മലയിലും മുണ്ടക്കൈ ഉണ്ടായ ദുരന്തം, അതോടനുബന്ധിച്ചുള്ള പുനരധിവാസ പ്രക്രിയ, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനകം തന്നെ 3 യോഗങ്ങൾ എടുത്തു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തിയാകുക, അവർക്ക് ലഭിക്കേണ്ട വീട് അവർക്ക് ലഭിക്കുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. അപേക്ഷകൾ അങ്ങനെ കുന്നുകൂടി കിടക്കുന്നതിനോട് ഈ ഗവൺമെൻറ് യോജിപ്പില്ല. അത് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.